നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, വിരലുകൾ ട്രിഗറിലാണ്, അത് മറക്കരുത്. നെതന്യാഹുവിന്റെ തല ചിതറും, ചാവേറുകൾ ജൂതരെ കൊന്നൊടുക്കും. ഇസ്രയേലിന് നേർക്ക് വെറി പിടിച്ചു നിൽക്കുകയാണ് IRGC. ട്രംപിനെ മുൻനിർത്തി കളിക്കുന്നത് ഇസ്രയേലാണെന്നും അവരുടെ നാശം കണ്ടേ ഈ യുദ്ധം തീരാൻ പോകുന്നുള്ളൂ എന്നുമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കൊലവിളിക്കുന്നത്. ഇറാന്റെ കൊലവിളിക്ക് അങ്ങ് ലെബനനിൽ മറുപടി കൊടുത്ത് ഇസ്രയേൽ സേന. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയെ ചിതറിച്ചാണ് IDF കളത്തിൽ നിറഞ്ഞത്. ലെബനനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിലാണ്. എന്നാൽ തെക്കൻ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ഗാസയിലേതുപോലെ തെക്കൻ ലെബനനിൽ യെല്ലോ ലൈൻ വരച്ച് ഹിസ്ബുള്ളയ്ക്ക് ആണിയടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. 26 വർഷങ്ങൾക്ക് ശേഷം തെക്കൻ ലെബനൻ തിരിച്ചുപിടിച്ച ഇസ്രയേൽ അവിടം തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. അതിക്രമിച്ചു കടന്നാൽ ഹിസ്ബുള്ളയെ തീർക്കുമെന്നും IDF പ്രഖ്യാപിച്ചിരുന്നു. ഈ ഭാഗത്തേക്ക് കയറിയ ഭീകരരെയാണ് IDF തീർത്ത് ഇപ്പോൾ ഇറാന് മറുപടി കൊടുത്തത്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്ന കരച്ചിലായിരുന്നു ഇറാൻ. എന്നാൽ ഇറാൻ നടത്തുന്ന ഏതൊരു പ്രകോപനത്തിനും ലെബനനിൽ അടിച്ചു മറുപടി കൊടുക്കുമെന്നാണ് IDFന്റെ മുന്നറിയിപ്പ്. അമേരിക്കയോട് ഇനി ഒരു ചർച്ചയുമില്ലെന്ന് പ്രഖ്യാപിച്ചു നിന്ന ഇറാൻ സേനയുടെ തലമണ്ട പിളർത്തി ഇറാൻ ഭരണകൂടം. ഇസ്ലാമാബാദിലേക്ക് അബ്ബാസ് അരാഗ്ചി ചർച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞു. പിന്നാലെ തലങ്ങും വിലങ്ങും ഇപ്പോൾ ഭീഷണികളുമായി കളത്തിൽ നിറയുകയാണ് IRGC. അമേരിക്കയെ കൊല്ലും, ഇസ്രയേലിനെ ആക്രമിക്കും, നെതന്യാഹുവിനെയും ട്രംപിനെയും തീർക്കാൻ ചാവേറുകളെ ഇറക്കും, ഇങ്ങനെ സമനില തെറ്റി പല പിച്ചുംപേയും വിളിച്ചു പറയുകയാണ് റവല്യൂഷണറി ഗാർഡ്. ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ചർച്ച പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇങ്ങനെ നിരന്തരം കൊലവിളികൾ നടത്തുന്നത്. ഞങ്ങൾ വഴങ്ങില്ല, ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധമേഘങ്ങൾ കടുക്കുന്ന ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വയ്ക്കുന്ന സമ്മർദ്ദ നയങ്ങൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കാനേ പോകുന്നില്ല എന്ന് IRGC പ്രഖ്യാപനം. മിസൈലുകൾക്കിടവേള വന്നിട്ടുണ്ടാകാം, പക്ഷേ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഉപരോധങ്ങളും ആക്രമണങ്ങളും കൊണ്ട് പൊതിഞ്ഞിട്ടും ഇറാന്റെ രോമത്തിൽ തൊടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. രാജ്യത്തിന്റെ സന്നദ്ധതയും വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യവും ശത്രുക്കളുടെ തല പിളർക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേനകളുടെ കമാൻഡർമാർ വെല്ലുവിളിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഭീഷണിയിലാക്കുന്ന ഏത് നീക്കത്തിനും മറുപടി നൽകാൻ സന്നദ്ധമാണെന്നും സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നും IRGC വെല്ലുവിളിക്കുന്നു. രാജ്യത്തിനകത്തെ ഐക്യവും ദേശീയ മനോവീര്യവുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് IRGC ആവർത്തിച്ചു. ഇറാന്റെ പ്രതികാര സിദ്ധാന്തത്തിലും മാറ്റമുണ്ടെന്ന സൂചനകൾ ഉദ്യോഗസ്ഥർ നൽകുന്നു. മുൻപ് കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരുന്നു പ്രതികരണം. വീണ്ടും ആക്രമണം ഉണ്ടായാൽ അതിലും ശക്തമായ തിരിച്ചടിയാണ് ഇനി നൽകാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് വെറും വാചക പ്രതികരണം മാത്രമല്ല, മേഖലയിലെ ഊർജ സൗകര്യങ്ങൾ, സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ഭൂപ്രദേശീയ സന്ദേശവുമാണ്. ഇറാന്റെ എണ്ണ മേഖലയെ ലക്ഷ്യമിടുന്ന ഏത് നീക്കവും അതേ മേഖലയിലുള്ള ആക്രമണകാരികളുടെ താല്പര്യങ്ങൾക്കും തിരിച്ചടിയാകാം എന്നതാണ് ഈ മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം. ഞങ്ങളെ എങ്ങനെയാണോ നിങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നത് അതേ രീതിയിൽ തിരിച്ചടി നൽകും എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പുറത്തെടുത്തിരിക്കുന്നത്. അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇസ്രയേലിന് നേർക്ക് കൊലവിളികളുമായി ഇറാൻ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഞങ്ങളൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും അത് നടപ്പാക്കുമെന്നും IRGC വെല്ലുവിളിക്കുമ്പോൾ അമേരിക്ക മറ്റൊരു വഴിക്കൂടെ ഇറാനെ പൂർണ്ണമായും ഒരു കരാറിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു യുദ്ധം ഒഴിവാക്കുക എന്നുള്ള നീക്കത്തിലേക്ക് അമേരിക്ക എത്തുകയാണ്. പക്ഷേ ഇസ്രയേൽ ആഗ്രഹിക്കുന്നതും ഒരു യുദ്ധം തന്നെയാണ്. അവർക്ക് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ തീർത്തേ മതിയാകൂ എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം ആയത്തുള്ള അലി ഖമനേയി ഉണ്ടായിരുന്ന കാലത്തെ ഭരണകൂടത്തെക്കാൾ തീവ്രമായ ഒരു ഭരണകൂടത്തിന്റെ കൈകളിലേക്കാണ് ഇപ്പോൾ അധികാരം എത്തിയിരിക്കുന്നത്. അതായത് IRGC ആണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ഇറാന്റെ ഭരണകൂട പ്രതിനിധികൾ, അതായത് മസൂദ് പെസഷ്കിയാനും അബ്ബാസ് അരാഗ്ചിക്കുമൊന്നും വലിയ റോളുകളില്ല. ഈ ഒരു ഘട്ടത്തിൽ മൗനമായിരുന്നുകൊണ്ട് മിസൈൽ സംവിധാനങ്ങൾ വീണ്ടും ശക്തമാക്കുകയും മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുകയും മിസൈൽ നിർമ്മിച്ചെടുക്കാനുള്ള നീക്കം തകൃതിയാക്കുകയും മറ്റൊരു വഴിക്കൂടെ കൈവശമുള്ള യുറേനിയം ഉപയോഗിച്ച് ആണവായുധം നിർമ്മിക്കാനുള്ള ഒരു പരക്കം പാച്ചലിലേക്കും IRGC എത്തിയിട്ടുണ്ട്.
ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇസ്രയേൽ ഒരു ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇസ്രയേൽ ആക്രമിക്കാൻ പൂർണ്ണമായി സജ്ജമായി എന്ന് മനസ്സിലായ IRGC ആണ് അവരും സൈന്യത്തെ മുഴുവൻ തയ്യാറാക്കി എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാം, അതിനെ നേരിടാൻ ശക്തമായി നിൽക്കണം എന്ന മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അതായത് ഇരു കൂട്ടരും ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. മറ്റൊരു വഴിക്കൂടെ അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സമാധാനമാണ്. കാരണം ഹോർമുസിൽ പഴയപടി കാര്യങ്ങൾ എത്തണം. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരു വഴിക്കൂടെ ആശങ്ക കൂടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് ഇപ്പോൾ ഒരു വിരാമം ഇടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമാബാദിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. മുൻപ് അമേരിക്ക വെടിനിർത്തൽ കരാർ നീട്ടിയപ്പോൾ ഇസ്രയേൽ വീണ്ടും ഇടഞ്ഞ് രംഗത്ത് വന്നിരുന്നു. എന്തിനാണ് വെടിനിർത്തൽ കരാർ നീട്ടിയത് എന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. എന്നാൽ അപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തത് നിങ്ങൾ ഒന്ന് ക്ഷമിക്കൂ എന്നുള്ളതായിരുന്നു. അവരെ ആണവ കരാറിൽ ഒപ്പുവെപ്പിക്കാനാണ് ഞാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഹോർമുസിൽ വലിയ തിരിച്ചടി അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്നും അവർ ചർച്ചകൾക്ക് തയ്യാറായി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ അതിൽ വലിയ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം IRGC ഇങ്ങനെ കൊലവിളിയുമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്താൻ ഇറാൻ തുനിയില്ല എന്ന് ഇസ്രയേലും കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ ഇവിടെ ഇസ്രയേലിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. ട്രംപ് കണക്ക് കൂട്ടിയത് എന്താണോ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇസ്ലാമാബാദിൽ 2ാം ഘട്ട ചർച്ചയ്ക്ക് ഇപ്പോൾ വേദി ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ ഇറാന് പൂർണ്ണമായും എല്ലാം നിഷേധിച്ചിറങ്ങി പോകാൻ കഴിയില്ല. കാരണം ആ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഈ യുദ്ധം അതിനൊരു വിരാമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഒരുപക്ഷെ ഇറാൻ തയ്യാറായേക്കും. പക്ഷെ അപ്പോഴും ഒരു പ്രതിസന്ധി, IRGC അതിന് വഴങ്ങില്ല എന്നുള്ളതാണ്. അവർക്ക് യുദ്ധമാണ് വേണ്ടത്. ഇസ്രയേലിനും യുദ്ധം തന്നെയാണ് ആവശ്യം. ഇതിനിടെ അറബ് ലീഗ് പുറത്തിറക്കിയ പ്രമേയത്തെയും ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. അമേരിക്കൻ സേനയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച പ്രമേയം ഏകപക്ഷീയവും അസന്തുലിതവുമാണെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഇറാൻ വ്യക്തമാക്കുന്നത് തന്റെ നടപടികളെല്ലാം ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെ സ്വയം പ്രതിരോധ അവകാശത്തിന്റെ പരിധിക്കുള്ളിലാണെന്നാണ്. വിദേശ സൈനിക ശക്തികൾക്ക് സ്വന്തം പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങൾക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഇസ്രയേൽ സൈനിക നീക്കങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളെ അപലപിച്ച അറബ് ലീഗ് നടപടി ഏകപക്ഷീയമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കി. തങ്ങളുടെ നടപടികൾ കേവലം ആക്രമണമല്ലെന്നും മറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ആർട്ടിക്കിൾ 51 പ്രകാരം അനുവദനീയമായ സ്വയം പ്രതിരോധവുമാണെന്ന് ഇറാന്റെ നിലപാട്. വിദേശ ശക്തികളുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നതിന് പകരം മേഖലയിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ അറബ് ലീഗ് തയ്യാറാകണമെന്ന് ഇസ്മയിൽ ബഗായി ആഹ്വാനം ചെയ്തു. മേഖലയിലെ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണം പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകളും പലസ്തീനിലെ നീണ്ടു നിൽക്കുന്ന അധിനിവേശവുമാണെന്ന് ബഗായി ചൂണ്ടിക്കാട്ടി. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നതിനൊപ്പം തന്നെ ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം മണ്ണോ സൗകര്യങ്ങളോ വിട്ടുനൽകുന്ന രാജ്യങ്ങൾ അതിന്റെ അന്താരാഷ്ട്ര ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും ബഗായി നൽകി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പ്രാദേശിക ഗവൺമെന്റുകൾ ഇത്തരം സൈനിക നടപടികൾക്ക് സഹായം നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ബഗായി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണം ഇറാനല്ല, മറിച്ച് പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകളും പതിറ്റാണ്ടുകളായുള്ള അധിനിവേശ രാഷ്ട്രീയവുമാണെന്ന് വാദവും ഇറാൻ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. മേഖലയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നത് പ്രാദേശികേതര ശക്തികളുടെ സാന്നിധ്യമാണെന്നും യഥാർത്ഥ സമാധാനം പ്രാദേശിക രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെയേ സാധ്യമാകൂവെന്നും ഇവർ പറയുന്നു. ഇത് വെറും നയതന്ത്ര വാചകമല്ല. കഴിഞ്ഞ വർഷങ്ങളിലെ യുദ്ധങ്ങളും കലാപങ്ങളും തകർത്ത മേഖലയിലെ പലർക്കും യാഥാർത്ഥ്യവുമായി തോന്നുന്ന വാദമാണ്. ഇനി ചർച്ചകളില്ല, വെറും കണക്ക് തീർക്കലുകൾ മാത്രം. പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് ഇറാൻ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രമാണ്: കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാമെന്നും ഭീഷണികൾ കൊണ്ട് മുട്ടുകുത്തിക്കാമെന്നും കരുതിയവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു പുതിയ ഇറാന്റെ ഉദയമാണിതെന്ന് റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിക്കുന്നു. ഇത് വെറും ഒരു പ്രതിരോധത്തിന്റെ കഥയല്ല, മറിച്ച് കടന്നാക്രമിക്കുന്നവന് അവന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകുന്ന വീര്യത്തിന്റെ കഥയാണ്.
നിങ്ങൾ ഒരു പ്രഹരം നൽകിയാൽ 10 പ്രഹരങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായി കൊള്ളുക എന്ന IRGC കമാൻഡർമാരുടെ വാക്കുകൾക്ക് വെടിയുണ്ടകളേക്കാൾ പ്രഹരശേഷിയുണ്ടെന്ന് ഇറാൻ മാധ്യമങ്ങളുടെ വാഴ്ത്തുപാട്ടും തലക്കെട്ടുകളും. പശ്ചിമേഷ്യയിലെ ചതുരംഗ കളത്തിൽ ഇനി കരുനീക്കങ്ങൾ ഏകപക്ഷീയമാകില്ല. അമേരിക്കയുടെ ഓരോ നീക്കത്തിനും ഇറാൻ കരുതി വച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണ്. ലോകം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭീഷണികൾക്ക് മുന്നിൽ പതറുന്ന ഇറാന്റെ ചിത്രമല്ല, മറിച്ച് മുറിവേറ്റ സിംഹത്തെ പോലെ തിരിച്ചടിക്കാൻ ആവനാഴിയിൽ അസ്ത്രങ്ങൾ നിറച്ച് കാത്തിരിക്കുന്ന ഒരു വൻ ശക്തിയുടെ ഗർജനത്തിനാണെന്ന് ഇറാനിലെ മാധ്യമങ്ങൾ തലക്കെട്ട് നൽകുന്നു. ഈ തലക്കെട്ടുകൾ വെറുതെയല്ല. ഇതുവരെ ആയത്തുള്ള അലി ഖമനേയി പോട്ടെ എന്ന് വെച്ചതുകൊണ്ടാണ് ഇസ്രയേൽ ഭൂമുഖത്തുണ്ടായത് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറയുന്നത്. എന്നാൽ IRGC ആണ് ഇപ്പോൾ ഭരണം. അവർ ആ ഇളവ് നൽകില്ല എന്ന മുന്നറിയിപ്പാണ് തങ്ങൾ തരുന്നത് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ വെച്ചലക്കുന്നത്. എന്നാൽ ഇസ്രയേൽ ഇതിന് മറുപടി കൊടുക്കുന്നത് കിട്ടിയ അടിയുടെ ചൂടാറും മുൻപ് ഉടൻ അടുത്തത് വരുന്നുണ്ട്, തയ്യാറായി ഇരുന്നോളൂ എന്നാണ്.